my sister. പ്രഭാഷണത്തിന് മുമ്പായി ആദ്യം ദീപാർപ്പണമാണ്. ദീപാർപ്പണത്തിനായി സ്ത്രീകൾ മുൻപിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോവിലിൽ പാവന പ്രഭയഴും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേ അല്പമെങ്കിലും ഇതിൻ പ്രഭാങ്കുരം സൽപതേ ഇരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമെയിലെത്തണേ സേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞ മലർമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമി കോമള പ്രഭ തിളങ്ങണേ വിഭോ മാറ്റി നിൻമുഖരസം മറച്ചിതിൽ പോറ്റി പുൽകരുതു ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെഴും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം ചീർത്തി നിന്നൊളി തെളിഞ്ഞു പൊങ്ങി നെയ്വാർത്തിടായിലുമെരിഞ്ഞു മേൽക്കുമേൽ നേർക്കദീശമിഴിയഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപു നിഴൽ നീങ്ങി നിൽക്കണേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.
അവതാരവരിഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ 170-ാം ജന്മദിനം ലോകമെങ്ങും ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥനയും സമർപ്പണവും കഴിഞ്ഞ് ഇന്ന് നമ്മളുടെ ഒരു വിശിഷ്ടാതിഥി ശ്രീ ബാലകൃഷ്ണൻ പെരിയയെ കേൾക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ എൻ സുഗതൻ അവറുകളെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ പെരിയ ബാലകൃഷ്ണൻ ദേവസ്വം മാനേജർ, മറ്റ് വൈസ് പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികളെ, ഇവിടെ എത്തിയിട്ടുള്ള കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, നമുക്കറിയാം നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശ്രീ പെരിയ ബാലകൃഷ്ണൻ്റെ പ്രഭാഷണം. ഞാൻ അദ്ദേഹത്തോട് വെച്ച് അദ്ദേഹത്തെ ബയോഡേറ്റ പറ്റും എനിക്കൊന്നും അറിയാൻ പാടില്ല, അപ്പോൾ അത് വേണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയുണ്ടായി. ഏതായാലും ഞാൻ കൂടുതൽ താമസിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിനെ ഈ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ശ്രീ പെരിയ ബാലകൃഷ്ണനെ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. FM റേഡിയോയിലൂടെ നമുക്കൊക്കെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആശ ചേച്ചിയും ബാലേട്ടനും, ആ ബാലേട്ടനാണ് ഈ നിൽക്കുന്ന ബാലകൃഷ്ണൻ പെരിയ. സാംസ്കാരിക പ്രവർത്തകനും കലാകാരനും വാഗ്മിയും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമ്മളെ അഭിമുഖീകരിച്ച് ഇന്നത്തെ ഈ സുദിനത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട്, രണ്ടു വാക്കല്ല പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്തോളൂ. വേദിയിലെ ഏറ്റവും പ്രിയങ്കരായ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ സാരഥികൾ, ഇന്നത്തെ ഈ സ്നേഹസമ്പൂർണമായ ദിനത്തിൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും എന്നെ കേൾക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഏവർക്കും നമസ്കാരം. എന്നെ അറിയുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും, അറിയാത്തവരും ഈ കൂട്ടത്തിലുണ്ടാകും. കാരണം പുതിയ കാലഘട്ടത്തിൽ റേഡിയോ തിരിച്ചു വന്നെങ്കിലും ഞാൻ 2006 കൊച്ചിയിൽ വന്ന് റേഡിയോ പ്രോഗ്രാം ആരംഭിക്കുന്നത്. പക്ഷെ 2006 മുതൽ ഇന്ന് ഈ 2024 വരെ ഒരു 2-3 വർഷത്തെ ഇടവേളകൾ ഒഴികെ കൊച്ചി FM-ന്റെ ഭാഗമായി നിങ്ങളോടൊപ്പം പ്രോഗ്രാമിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് എന്നെ ഒരു പ്രഭാഷകനായിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ നമ്മളൊരു 5-10 അതിഥികളുടെ കൂട്ടത്തിൽ ഒരാളായി പോയി ഒരു 5-10 മിനിറ്റ് സംസാരിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഇവിടെ പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് ഓഫീസർ, വൈസ് പ്രസിഡന്റ്, ഇവിടുത്തെ കോർഡിനേറ്റർ എല്ലാവരും മാറി മാറി എന്നെ വിളിച്ചിരുന്നു. വിശിഷ്യ ശ്രീ മോഹനേട്ടൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നു മക്കളോടൊപ്പം വിദേശ രാജ്യത്തെവിടെയോ സുഖമായി കഴിയുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ പോലും എന്നെ അദ്ദേഹം വിദേശത്തുനിന്ന് വിളിച്ചിരുന്നത്. അതിന്റെ കാരണം ഇതിനു മുൻപ് ഞാനൊരു പരിപാടിയിൽ മുങ്ങിയതിന്റെ ഒരു ദുരന്താനുഭവം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായത് കൊണ്ടാണ് ഈ ഒരു പിൻവിളി. പക്ഷേ സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ മഹാസവിധത്തിൽ ഗുരുവിന്റെ ചിരസ്മരണകൾ നിറഞ്ഞാടുന്ന ഈ ചൈതന്യവത്തായ ഭൂമികയിൽ ഇതിനു മുൻപും 1-2 തവണ വരാനും വളരെ ഹ്രസ്വമായിട്ടാണെങ്കിലും നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനുമൊക്കെ ഇടയായതിൻ്റെ ഒരു സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ
സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സുദിനം ഇതിന് വലിയ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് പൊതുവെ ചതയ ദിനാഘോഷങ്ങൾ കടന്നു വരാറുള്ളത് ചിങ്ങത്തിലെ ഓണം കഴിഞ്ഞ് തിരുവോണം, അവിട്ടം, ചതയം അങ്ങനെയാണ്. അപ്പൊ ഓണത്തിന് ഈ മഞ്ഞപ്പതാക കേരളത്തെ ആകെ ആവാഹിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച, മഞ്ഞപ്പൂക്കളും മഞ്ഞപ്പതാകയും കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു ഓണാഘോഷമാണ് കേരളം ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഈ വർഷം നമുക്കറിയാം സംക്രമം 2 വന്നു. അതിനുശേഷം ചതയം കന്നിമാസത്തിലേക്ക് മാറിപ്പോകുന്നു അല്ലെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഓണത്തിന് മുമ്പുള്ള ചിങ്ങമാസത്തിലെ ചതയ ദിനത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ഓർമ്മദിനം അല്ലെങ്കിൽ ജന്മദിനം നമ്മൾ സമുചിതമായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും അമ്മമാരാണ്. അത് 2 കാര്യങ്ങൾ കൊണ്ടാവാം. ഒന്ന്, ആണുങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇന്നും പല രീതിയിലുള്ള ജോലിക്കായി പോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ഭക്തിയുടെ കാര്യത്തിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ സത്യസന്ധമായി ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകളാണ് എന്ന ഒരു ബോധ്യം അല്ലെ, അത് തന്നെയാണ് ഇവിടെ ആ ഒരു പങ്കാളിത്തത്തിൽ ഒരു കൂടുതൽ കാണാൻ ഇടയാവുന്നത്. ഏതായാലും വളരെ സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് 85 വയസ്സായി. അങ്ങ് കാസർഗോട്ടുള്ള പെരിയയുടെ വീട്ടിൽ ഞാൻ ഉൾപ്പെടെയുള്ള 7 മക്കളെയും സ്ഥിരമായി ചിന്തിച്ചുകൊണ്ട് അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ചെറിയ വീട്ടിൽ അമ്മ അവിടെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ അമ്മമാരെ കാണുമ്പോഴും സ്വാഭാവികമായും ശരീരം വേറെയാണെങ്കിലും ആ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന തപിക്കുന്ന മനസ്സ് അത് എൻ്റെ അമ്മയുടെയും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ 100 കണക്കിന് എൻ്റെ അമ്മമാരെയാണ് ഈ ചടങ്ങിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും തീർത്താലും മതിവരാത്ത സ്നേഹപ്രപഞ്ചത്തിന്റെ പേരാണ് അമ്മ എന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായും അവസാനമായും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കാൻ ആഗ്രഹിക്കുന്നതും അമ്മമാരാണ്. കൽപ്പറ്റ നാരായണൻ മാസ്റ്ററുടെ ഒരു കവിതയിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഇനി എനിക്ക് ധൈര്യമായി ഇരുട്ടത്ത് നടക്കാം, കാരണം ടോർച്ചെടുത്തിട്ടില്ലേ എന്ന് ചോദിക്കാനുള്ള ആള് എന്റെ വീട്ടിൽ ഇല്ലാതായിരിക്കുന്നു. ഇനി എനിക്ക് ധൈര്യമായി കിണറ്റിൻ കരയിലിരുന്ന് വായിക്കാം, കാരണം നീ അവിടെ നിന്ന് എഴുന്നേൽക്ക് എന്നെന്നോട് സ്ഥിരമായി പറയുന്ന വാക്ക് ഇനി ഇല്ലാതായിരിക്കുന്നു എന്ന് തുടങ്ങി ഒരമ്മയുടെ കരുതലിനെ കുറിച്ചിട്ടുള്ള വാക്കുകളാണ്. അതൊരു കവിയുടെ മാത്രം വാക്കല്ല, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള വാക്കാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അമ്മമാരെ പ്രത്യേകമായി അഭിനന്ദിക്കാനും സ്നേഹപൂർവം എൻ്റെ ഈ വാക്കിനോടൊപ്പം സഞ്ചരിക്കാനും ഞാൻ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. അപ്പോ ഒരുപാട് പിതാക്കന്മാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ ഒരു അമ്മഭ്രാന്തനാണോ എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഒട്ടുമല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ അമ്മയോട് തന്നെ സ്ഥിരമായി പറയുന്നതാണ്, അമ്മയ്ക്ക് അറിയാവുന്നതാണ്, അമ്മയെക്കാളും എത്രയോ ഇരട്ടി ഞാൻ സ്ഥിരമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനെയാണ്. പക്ഷേ 20 വർഷക്കാലം മുൻപ് അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഫോട്ടോ എൻ്റെ മുമ്പിൽ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ആദ്യം ഓർമ്മ വരിക. കാരണം കാസർഗോഡ് പോലുള്ള ഒരു പിന്നോക്ക ജില്ലയിലെ
ഒരു പിന്നോക്ക സമുദായം, നിങ്ങൾ ഇവിടെ ഈഴവർ എന്ന് പറയുന്ന അവിടുത്തെ തീയ വിഭാഗം. പക്ഷെ രണ്ടുപേരുടെയും കുലത്തൊഴിൽ ഒന്ന് തന്നെയാണ്, അല്ലെ? ഈഴവരും തീയരും രണ്ടാണ്, ഒന്നല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ കുറച്ച് വളർന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് രണ്ടും ഒന്നാണ്. കാരണം നമ്മുടെ രണ്ടുപേരുടെയും കുലത്തൊഴിൽ ഒന്നാണ്. തൃത്തുടമേൽ നിന്നുദ്ഭവനാകിയ ദിവ്യൻ മധുമരമേറിട്ടുദ്ധരണം ചെയ്തുത്തമതരമം പാത്രമതിങ്കൽ നിറച്ചുകൊടുത്തു മദ്യം മഥനി വിരോധി മഹേശൻ എന്നാണ്. അതായത് ദൈവത്തിന് കള്ള് ചെത്തിക്കൊടുക്കുക എന്ന് പറയുന്നതായിരുന്നു കുലത്തൊഴിൽ, അല്ലെ? അതുകൊണ്ട് നിങ്ങൾക്ക് ചെത്തുകാരന്റെ മകൻ എന്ന ഒരാളെ വിളിക്കുന്നത് അഭിമാനത്തോടു കൂടി കാണാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോ ഈ തീയ സമുദായം എന്ന് പറയുന്നതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഈ കോരപ്പുഴക്ക് തെക്ക് വടകരക്കപ്പുറമാണ് പ്രത്യേകിച്ചിട്ടും ഈ സമുദായം ഉള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ വരെയൊക്കെ ആ സമുദായമുണ്ട്. ഈ സമുദായം 8 ഇല്ലങ്ങളായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ സമുദായത്തിന് ഒരു കുലദേവതയുണ്ട്. അപ്പോ ശ്രീ വയനാട്ടുകുലവൻ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കാണും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി കേൾക്കണം. ശ്രീ വയനാട്ടുകുലവനാണ് ഈ ശിവന്റെ ജട കൊണ്ടടിച്ച് തുടയിൽ നിന്ന് പിറവി കൊണ്ട് അന്ന് ഈ കള്ളെടുത്ത് ദേവലോകത്ത് നിന്ന് ദൈവത്തിന് കൊടുത്ത ആദ്യപുത്രൻ. അവനെയാണ് ദിവ്യൻ എന്ന് വിളിച്ചതെന്നും ദിവ്യൻ പിന്നീട് മാറി മാറി തീയനായി മാറി എന്നുമാണ് നമ്മുടെ ഐതിഹ്യത്തിൽ അവിടെ പറയുന്നത്. പിന്നെ വേറൊരു ഐതിഹ്യത്തിൽ പറയുന്നത് തിരയേറി വന്നവൻ തീയൻ എന്നാണ്. അപ്പോ കടൽ കടന്നു വന്നവനാണ് ആ സമുദായത്തിൽപ്പെട്ടവൻ എന്നാണ്. തൃശ്ശൂരിലുള്ള ഡോക്ടർ നൈറ്റിംഗിൾ ശ്യാമളൻ, അദ്ദേഹത്തിന്റെ പിതാവ് DNA ടെസ്റ്റുകൾ നടത്തി കണ്ടെത്തിയത് റഷ്യൻ മലനിരകളുടെ താഴ്വാരങ്ങളിലുള്ള ടിയാൻഷാൻ മലനിരകളിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കുടിയേറി പാർത്തവരാണ് തീയർ എന്നാണ്. ഈഴവ സമുദായം നോക്കിയാലും തികച്ചും വ്യത്യസ്തമല്ലാത്തൊരു ചരിത്രം ആ സമുദായത്തിനുണ്ട്, അല്ലെ? ഈഴവൻ എന്ന് പറഞ്ഞാൽ ഈഴം എന്ന് പറഞ്ഞാൽ ദ്വീപ് എന്നാണ്. അപ്പൊ ഈഴവൻ എന്ന് പറഞ്ഞാൽ ദ്വീപിൽ നിന്ന് വന്നവൻ എന്ന അർത്ഥമാണ്. അപ്പോൾ സ്വാഭാവികമായും ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യ പെരുമ നമ്മൾ ഈഴവ സമുദായത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് പൊതുബോധമുള്ളത് രണ്ടുപേരുടെയും കുലത്തൊഴിൽ ഒന്നാണ് എന്നുള്ളതും രണ്ടുപേരും തിരയേറി കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നവരാണ് എന്നുള്ളത് കൊണ്ടും നമ്മൾ രണ്ടിനെയും വേർതിരിച്ച് കാണേണ്ടതില്ല, ഒന്നു തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമുദായം ഈ കാസർഗോട്ട് പോലുള്ള സ്ഥലങ്ങളിൽ ബ്രാഹ്മണ്യത്തിന്റെ സങ്കല്പങ്ങൾ അതിശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു ചെയ്തതുപോലെ സ്വന്തമായി പ്രതിഷ്ഠ നടത്തിയവരാണ്. അപ്പൊ അങ്ങനെ എന്റെ നാട്ടിലുള്ള പെരിയാശ്രീ പുലിഭൂത ദേവസ്ഥാനം എന്ന് പറയുന്ന ക്ഷേത്രത്തിനകത്തെ 1 രൂപ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതിഫലം വാങ്ങാതെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനാപൂർവം ആ ക്ഷേത്രത്തിലെ ഒരു സ്ഥാനികനായി ജീവിച്ച ഒരാളാണ് എന്റെ അച്ഛൻ. അപ്പൊ സ്ഥാനികൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്ഥാനികൻ എന്ന് പറയുമ്പോ ആ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ട ഒരാൾ. കുടുമ കെട്ടി 2 കാതിലും കടുക്കനിട്ട് 2 കൈകളിലും പൊൻ വളകൾ ധരിച്ച് വെള്ളമുണ്ട് പുതച്ച് വെള്ളമുണ്ട് ഉടുത്ത് 26 ആചാരക്കുറികൾ വരിച്ച് ദേവിയുടെ ഉപാസകനായി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനാപൂർവം ജീവിച്ച ഒരച്ഛന്റെ മകനാണ് ഞാൻ. അപ്പൊ സ്വാഭാവികമായും ആ അച്ഛൻ ഇത്രയൊക്കെ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അപ്പൊ അച്ഛന്റെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പത്രം വായിച്ചു കിട്ടണം എന്നുള്ളതായിരുന്നു. പക്ഷെ വായിക്കാൻ അറിയാത്ത അച്ഛന് മുമ്പിൽ ഞങ്ങൾ 6 ആൺമക്കളും ഒരു പെൺമകളും. അതിലാരാണ് വായിക്കേണ്ടത് എന്നുള്ളതിൽ ആദ്യകാലത്തൊരു മത്സരമുണ്ടായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ നിന്ന് പതിയെ പതിയെ അച്ഛൻ എന്നെ സ്ഥിരപ്പെടുത്തി. അങ്ങനെ അച്ഛന്റെ മുമ്പിൽ പ്രാർത്ഥനാപൂർവം അക്ഷരങ്ങൾ വായിച്ച്
പിന്നീട് ഞാൻ ഈ കേരളം അറിയുന്ന ഒരു റേഡിയോ അവതാരകനായി മാറി. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദലോകം ഞാൻ പരിപൂർണമായും സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുന്നിലാണ്. 24 മണിക്കൂർ തുടർച്ചയായി ഞാൻ റേഡിയോ പ്രക്ഷേപണം നടത്തി. ഇടതടവില്ലാതെ എനിക്ക് 24 മണിക്കൂറും സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വിങ്ങലായിരുന്നു. പക്ഷേ ഞാനത് പൂർത്തിയാക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളിലൊന്നായ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്വന്തമാക്കാൻ ഈ എളിയവന് സാധിച്ചു എന്നുള്ള സന്തോഷം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളുടെ കൊച്ചിയിൽ ഒരു മെട്രോ റെയിൽ ആരംഭിച്ചു. ആ മെട്രോ റെയിൽ ആരംഭിച്ചപ്പോ അതിനകത്ത് സ്ത്രീ ശബ്ദവും പുരുഷ ശബ്ദവും വേണം. സ്ത്രീ ശബ്ദം ഇംഗ്ലീഷിൽ റനി ഖന്ന എന്ന് പറയുന്ന പഴയ ദൂരദർശനിലെ വാർത്താ വായനക്കാരി, മലയാളത്തിൽ വിമ്മി മറിയം ജോർജ്. പുരുഷ ശബ്ദമായി സ്വാഭാവികമായും എത്രയോ ശബ്ദങ്ങളിൽ നിന്ന് അന്ന് എന്റെ ശബ്ദം തെരഞ്ഞെടുത്തപ്പോഴും ഞാനത് സ്നേഹപൂർവ്വം എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിച്ചു. അപ്പൊ ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന മക്കളോട്, എന്റെ പ്രിയപ്പെട്ട അമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഛായാചിത്രത്തിൽ ചിത്രാങ്കിതമായി നിൽക്കുന്ന ഒരു ഗുരുവിനെ അല്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ടത്. നിങ്ങളുടെ അമ്മയുടെ സ്നേഹപ്രപഞ്ചത്തിന് തുല്യമായി, നിങ്ങളുടെ പിതാവിന്റെ ഒരിക്കലും ഒടുങ്ങാത്ത വാത്സല്യ പ്രവാഹത്തിന് തുല്യമായി ഈ പ്രപഞ്ചത്തെ ആകെ കീഴടക്കാൻ കഴിയുന്ന ശക്തി സൗരഭ്യങ്ങളിലേക്ക് നിങ്ങൾ പടർന്നുയരുമ്പോഴും ആ ഉയരാൻ നിങ്ങളുടെ സിരകളിൽ ആവേശപ്രവാഹമായി സഞ്ചരിക്കുന്ന, നിങ്ങളുടെ ഹൃദയരക്തത്തിൽ ചാലിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങളുടെ മസ്തിഷ്കത്തിന് അഗ്നിജ്വാലകൾ പകർന്നു നൽകാൻ കഴിയുന്ന ഒരു മഹാഗുരുവിനെ, ജീവനുള്ള ഗുരുവിനെയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ എല്ലാ കാലത്തും പ്രതിഷ്ഠിക്കേണ്ടത്. ഇന്ന് ഈ ചതയ ദിനത്തിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് നിങ്ങൾ എല്ലാവരും ഗുരുവിനെ കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഗുരുവിന്റെ ഓർമ്മകളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആരാണ് ഗുരു? ആ ഗുരുവിന്റെ സാമീപ്യം നമുക്ക് എപ്പോഴെങ്കിലും അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? 1856 ജനിച്ച് 1928 ഈ മണ്ണിൽ നിന്ന് ഭൗതികമായി നഷ്ടപ്പെട്ടുപോയ ഒരു സാധാരണ മനുഷ്യൻ. ആ മനുഷ്യനെ ഒന്ന് സ്പർശിക്കാൻ നിങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല. പ്രസിഡന്റ് ഇവിടെ എന്നോട് പറഞ്ഞു, ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്താൻ ഗുരു എത്തേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ട്രെയിൻ ലഭിക്കാതെ പോയത് കൊണ്ട് അദ്ദേഹത്തിന് അന്നിവിടെ വരാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ആദ്യത്തെ 21 ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 40-ലധികം ക്ഷേത്രങ്ങൾ ഈ കേരളത്തിൽ ഉടനീളം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിങ്ങൾ ഓർമ്മിക്കണം, 1856 ജനിച്ച ഒരു മനുഷ്യൻ, ജാതിബദ്ധ സമ്പ്രദായങ്ങൾ അതിന്റെ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യന് വഴി നടക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ, മാറുമറക്കാൻ ഇന്നത്തെ അമ്മമാരെ പോലെ തുണി ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഔന്നിത്യത്തിൽ വിരാജിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ മാറ് കാണിക്കേണ്ടി വന്ന ഹതഭാഗ്യരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാടിന്റെ നവോത്ഥാനത്തിന് തീ കൊളുത്താൻ ഒരു മനുഷ്യന് സാധിച്ചു എന്ന് പറഞ്ഞാൽ ആ ഗുരുവിനെ പ്രാർത്ഥിക്കേണ്ടത് ഏതെങ്കിലും ഒരു സമുദായമാണോ? എന്തൊരു വൈകല്യമാണ് ഈ കേരളത്തിന് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. SNDPയുടെ നേതൃത്വത്തിൽ മാത്രമാണോ ഗുരുവിനെ ആദരിക്കേണ്ടത്, ഗുരുവിന്റെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കേണ്ടത്, ഗുരുവിനായി പ്രാർത്ഥിക്കേണ്ടത്, ഗുരുവിന്റെ പ്രബോധനങ്ങൾ ഈ ലോകത്താകെ പ്രചരിപ്പിക്കേണ്ടത് ഒരു സമുദായം മാത്രമാണ്? ഈ കേരളത്തിന് എന്തേ അതിന് ശക്തിയില്ലാതെ പോയി? ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോ ഈ സമുദായത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ഭീഷണാശാലികളായി വർദ്ധിക്കുന്ന, ഏറ്റവും വലിയ സോഷ്യൽ റിഫോർമറാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, ഈ നാടിന്റെ രാഷ്ട്രീയ നവോമണ്ഡലങ്ങളിൽ വിരാജിക്കുന്ന മറ്റു സമുദായ അംഗങ്ങളുടെ വീടുകളിൽ എന്തേ ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ ഇല്ലാതെ പോയി എന്നുള്ളത് കേരളം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ,
എല്ലാവരും ചോദിച്ചു, നിങ്ങൾ ആരുടെ പ്രതിഷ്ഠയാണ് നടത്തിയത്? എന്ത് പ്രതിഷ്ഠയാണ് അല്ലെ? ബ്രാഹ്മണ്യത്തിന് മാത്രം പ്രതിഷ്ഠാവിധികൾ നടത്താൻ കഴിയുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആരുടെ പ്രതിഷ്ഠയാണ് നടത്തിയത് എന്ന് ചോദിച്ചപ്പോ ഞാൻ ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രതിഷ്ഠ നടത്തിയെന്നാണ്. പിന്നെ നമ്മൾ അതിനെ ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന പേരിലൊക്കെ വ്യാഖ്യാനിച്ചു. പക്ഷെ ഒരു കാലത്തും ജാതി സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ജാതീയമായിട്ടുള്ള ഒരു ബന്ധിതാവസ്ഥയിലേക്ക് ഗുരുവിനെ കൊണ്ടുപോകരുത് എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ആ ഗുരു പറഞ്ഞത് അങ്ങനെയാണ്, ഞാൻ പ്രതിഷ്ഠിച്ചത് ഞങ്ങളുടെ ദൈവത്തെ എന്നാണ്. ഇന്ന് നിങ്ങൾ ലോകത്തിൽ ഇപ്പോ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന ബംഗാൾ മഹാകവി വാഴ്ത്തപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതാ സമാഹാരം പഠിക്കാനായി കോളേജുകളിലും സ്കൂളുകളിലും എല്ലാ സ്ഥലങ്ങളിലും നിറച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ അവസാനത്തെ അധ്യായത്തിലെ ഒരു കവിതയുണ്ട്. അതിന്റെ പേര് പ്രയർ എന്നാണ് അല്ലെ? ആ പ്രയർ എന്ന് പറയുന്നത് ഗീതാഞ്ജലിയിലെ വരികളാണ്. അതിന്റെ മലയാളം എങ്ങനെയാണ്? എവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവും അറിവ് സ്വതന്ത്രവുമാകുന്നുവോ, എവിടെ മനുഷ്യൻ വിഭാഗീയ ചിന്താഗതികളാൽ തുണ്ടം തുണ്ടമായി വിഭജിക്കപ്പെടാതിരിക്കുന്നുവോ, എവിടെ സത്യം അതിന്റെ അഗാധതയിൽ നിന്ന് പ്രവഹിക്കുന്നുവോ, ഓ ഗോഡ് ലെറ്റ് മൈ കൺട്രി വേക്ക് ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം. ദൈവമേ, അങ്ങനെ ഒരു സ്വർഗാവസ്ഥയിലേക്ക് എന്റെ രാജ്യത്തിന്റെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിച്ച ആളാണ് രവീന്ദ്രനാഥ ടാഗോർ. പക്ഷെ ഈ കവിതകൾ ഇന്ന് ഇന്ത്യയിൽ ആകെ പ്രചരിച്ചു നിൽക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോ ഈ കവിതകൾക്ക് അതിനേക്കാളും വലിയ മനോഹാരിത നൽകുകയാണ്. പക്ഷെ ആ രവീന്ദ്രനാഥ ടാഗോർ കാണാൻ വേണ്ടി വന്ന് കാല് തൊട്ട് വന്ദിച്ച് ചില വാചകങ്ങൾ എഴുതിപ്പോയ മനുഷ്യന്റെ പേരാണ്, മാനവിക ബോധത്തിന് മലയാളികൾ നൽകിയ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമ്മൾ ഓർമ്മിക്കണം. എന്താ വന്ന് പറഞ്ഞത്? ഇതാ അങ്ങകലെ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്ത് ദൈവീക ജ്ഞാനമുള്ള, മനുഷ്യനായി പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു മഹാഗുരു താമസിക്കുന്നു. അദ്ദേഹത്തെ കണ്ടത്, അദ്ദേഹത്തെ സ്പർശിച്ചത്, അദ്ദേഹത്തെ ആശ്ലേഷിച്ചത്, അദ്ദേഹത്തിന്റെ വചനങ്ങൾ കേട്ടത് എന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഈ ലോകത്തോട് പറഞ്ഞ മനുഷ്യന്റെ പേര് രവീന്ദ്രനാഥ ടാഗോർ എന്നാണ്. ആ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധി നാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി വന്നപ്പോ ഗുരു പറഞ്ഞു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ, മഹാപണ്ഡിതനല്ലേ, സംവാദം സംസ്കൃതത്തിലാവാം എന്ന് പറഞ്ഞു. അപ്പോ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, എന്റെ സംസ്കൃതം അത്ര ശുദ്ധമായ സംസ്കൃതമല്ല, എന്റേത് ബംഗാളി സംസ്കൃതമാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് ദ്വൈഭാഷ പരിഭാഷകനായി അവിടെ കുമാരനാശാൻ പ്രത്യക്ഷപ്പെടുകയും രണ്ടാളുകൾക്കിടയിലൂടെ സംസാര മധ്യേ നിൽക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, എവിടെയാണ് ഗുരു ഇരുന്നത് എന്നുള്ളതിന്റെ ഒരു ബോധ്യത്തെക്കുറിച്ച് പറയാനാണ്. ഗാന്ധിജി 2 തവണ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വന്നിട്ടുണ്ട്. അതിൽ ശ്രീനാരായണ ഗുരുദേവൻ 28ലാണ് മരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപാണ് വൈക്കം സത്യാഗ്രഹം കൊടുമ്പിരി കൊള്ളുന്നത്, 1924. അന്ന് 1924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോ ഗാന്ധി ആ സത്യാഗ്രഹ പന്തലിലേക്ക് വന്നിട്ട് അവിടെ ആദ്യം കാണുന്നത് ശ്രീനാരായണ ഗുരുദേവനുമായിട്ടാണ്. വൈക്കം കായലിന്റെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ബോട്ടെത്തിയപ്പോ ആ ഗാന്ധിജിയെ സ്വീകരിക്കാനും ഗാന്ധിജിയോട് ഈ കേരളത്തിന്റെ ജാതിബദ്ധ സമ്പ്രദായത്തിന്റെ ജടിലതയെ കുറിച്ച് സംസാരിക്കാനും നാരായണ ഗുരുദേവൻ തയ്യാറാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ഗാന്ധിജിയും ഗുരുദേവനെ കുറിച്ച് മറ്റൊന്നുമല്ല എഴുതിയിട്ടുള്ളത്. അപ്പൊ വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ് ഗാന്ധിജി എന്ന് പറയുന്നത്? മുഹമ്മദിന്റെ സ്ഥൈര്യവും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ
ധർമ്മരക്ഷോപായവും എല്ലാവരുടെയും അല്ലെ എല്ലാം ഒരാളിൽ ഒത്തുചേർന്നു കാണണമെങ്കിൽ ചൊല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലെങ്കിൽ അവിടത്തെ ചരിത്രം വായിക്കുവിൻ എന്നാണ്. അപ്പൊ ശ്രീകൃഷ്ണനെയും രന്തിദേവന്റെ ദയാവായ്പും സാക്ഷാൽ ഹരിശ്ചന്ദ്രനുള്ള സത്യവും അല്ലെ എല്ലാം ഒരാളിൽ ഒരുമിച്ച് കാണണമെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകണം? നിങ്ങൾ ഗാന്ധിജിയുടെ അടുത്തേക്ക് പോകണം. ആ ചൊല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലെങ്കിൽ അവിടത്തെ ചരിത്രം വായിക്കുവിൻ. ആ വള്ളത്തോൾ മഹാഗുരുവായി വാഴ്ത്തിയ ഗാന്ധി അദ്ദേഹത്തെക്കാളും വലിയ ഗുരുവായി, അദ്ദേഹത്തെക്കാളും വലിയ സനാതന ധർമ്മത്തിന്റെ അനുഷ്ഠാന പ്രവാചകനായി, അദ്ദേഹത്തെക്കാളും വലിയ നവോത്ഥാനത്തിന്റെ സിംഹഗർജനമായി ഈ ഭാരത ഭൂമിയിലാകെ നവോത്ഥാനത്തിന്റെ മഹാവെളിച്ചം വിതറിയ ഏറ്റവും പ്രിയങ്കരനായ മനുഷ്യനായി, ദൈവ സമാനനായിട്ടുള്ള മനുഷ്യനായി കണ്ടത് ശ്രീനാരായണ ഗുരുദേവനെയാണ്. അപ്പൊ എവിടെയാണ് ഗുരു നിൽക്കുന്നത്? ഗാന്ധിയൻ ചരിത്രം പാഠപുസ്തകങ്ങളിലാകെ നിറഞ്ഞു നിൽക്കുമ്പോ, രവീന്ദ്രനാഥ ടാഗോറിന്റെ കാവ്യ സങ്കല്പങ്ങളാകെ ഇന്ത്യയിൽ ഉടനീളം പ്രചരിച്ചു നിൽക്കുമ്പോ എന്റെ ഗുരു അത്രമേൽ അംഗീകരിക്കാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ഗുരുവിനെയാണ് നമ്മൾ മാറ്റി മറിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഗുരു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരാളിൽ നിന്ന്, ഇപ്പോ എനിക്ക് തോന്നുന്നത് എന്താണ് ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു വരികളുണ്ടല്ലോ, ഒരാൾ ആത്മസുഖത്തിന് എന്താ അതെങ്ങനെയാ തുടങ്ങുന്നത്? അല്ല, തുടങ്ങുന്നത് എങ്ങനെയാ? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖമായി, അല്ലെങ്കിൽ അപരന്റെ സുഖത്തിനായി വരേണം എന്നാണ്. അപ്പോ എന്നിൽ നിന്ന് ഒരു സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്ന ഒരു ചെറിയ ബോധത്തിൽ നിന്ന് നമ്മൾ എന്ന മഹാബോധത്തിലേക്ക് ഈ നാടിനെ പ്രചരിപ്പിച്ച ഏറ്റവും വലിയ ശ്രേഷ്ഠനായ മനുഷ്യപുത്രന്റെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത്. ഗുരു പറഞ്ഞതെല്ലാം തത്വങ്ങളായി നമ്മുടെ പ്രസംഗത്തിലുണ്ടല്ലേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് സംഘടിച്ച് ശക്തരാകാൻ കൊണ്ട് പറഞ്ഞ ദൈവം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ നമ്മെ ആഹ്വാനം ചെയ്ത ഒരു ഗുരുവര്യൻ. ആ ഗുരു പറഞ്ഞതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആ ഗുരു പറഞ്ഞതെല്ലാം പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയത്തിലേക്ക് നമ്മൾ എത്തണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ക്യാബിനറ്റ് തന്നെ ഒറ്റയ്ക്ക് സഞ്ചരിപ്പിച്ച ഒരു ഭരണകർത്താവിന്റെ പേരാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹം ഒരേ സമയത്ത് ആധ്യാത്മികതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? മതം ദൈവത്തിലേക്കുള്ള വഴിയാണ്. പക്ഷേ ദൈവങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന, മനുഷ്യനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒന്നല്ല മതം എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുമ്പോൾ ഒരു മതം ഹിന്ദു മതമല്ല, അത് മനുഷ്യമതമാണ്. നിങ്ങളുടെ നിറം നോക്കി, നിങ്ങളുടെ വർണ്ണം നോക്കി, നിങ്ങളുടെ വർഗം നോക്കി നിങ്ങളെ വേർതിരിക്കുന്ന മതത്തിന് എതിരായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ മതം എന്ന് പറയുന്നത് മനുഷ്യമതം മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ജാതിയും അത് തന്നെയാണ്. മനുഷ്യനെ ആകെ ചേർത്തു പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു മാസ്മരികമായ സ്നേഹത്തിന്റെ പേരാണ് മനുഷ്യന്റെ ജാതി എന്ന് വിശ്വസിച്ച ഒരാളാണ്. അപ്പൊ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നാണ്. അദ്ദേഹത്തിന്റെ ദൈവ സങ്കല്പം പോലും അതാണ്. നമ്മൾ ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു, ശൈവ ചൈതന്യങ്ങളെ പ്രതിഷ്ഠിച്ചു, അതുപോലെ തന്നെ അദ്വൈതാശ്രമം അദ്ദേഹം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോ 1.5 വർഷക്കാലം അദ്ദേഹം മഹത്തായ തപസ് അനുഷ്ഠിക്കാൻ ഒരു വലിയ മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മുമ്പിൽ ദൈവം, അദ്ദേഹത്തിന്റെ മുമ്പിൽ മതം, അദ്ദേഹത്തിന്റെ മുമ്പിൽ വിശ്വാസം, ഇതെല്ലാം പരസ്പരം ബന്ധിതമായി നിൽക്കുന്ന ഒരു പുതിയ രൂപമായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ഈ ലോകത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. പല ആളുകളും പല രീതിയിലും പ്രവർത്തിക്കും. ഇപ്പൊ ശ്രീബുദ്ധൻ, അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് തത്വങ്ങളുണ്ടല്ലേ. പക്ഷേ അതിനായി അദ്ദേഹം രൂപീകരിച്ചത് ഒരു മതത്തെയാണ്. അതാണ് ബുദ്ധമതം എന്ന് പറയുന്നത് അല്ലെ.
ജൈനൻ അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് ചിന്താ പദ്ധതികൾ നടപ്പിലാക്കിയ മനുഷ്യനാണ്. പക്ഷേ അതിന്റെ പേരിൽ ഒരു മതം ഉണ്ടാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ ഇവിടെ നാരായണ ഗുരുദേവൻ ഒരു മതം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. തന്റെ മതത്തെ വിശുദ്ധമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. മറ്റു മതങ്ങളും തന്റെ മതവും തമ്മിലുള്ള അകലത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു അവിസ്മരണീയമായ പാലം അവർക്കിടയിൽ സൃഷ്ടിച്ചെടുക്കാൻ ബോധപൂർവമായ ശ്രമം ശ്രീനാരായണ ഗുരുദേവൻ സൃഷ്ടിച്ചു. ഇവിടെ നിന്നിരുന്ന ജാതിബദ്ധ ജഡില സമ്പ്രദായങ്ങൾക്കെതിരെ അത്യുജ്വലമായ ആഹ്വാനത്തിന്റെ ജിഹ്വയായി മാറാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളത്തിന്റെ മണ്ണിൽ നിരന്തരമായി പ്രവർത്തിച്ചു. ആ ഗുരുവിനെയാണ് നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത്. ആ ഗുരുവിന്റെ ഓർമ്മകൾ അടുത്ത തലമുറകളിലേക്ക് പകർന്നു നൽകാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. ആ കരുത്ത് പുതിയ മനുഷ്യനെ ഉണ്ടാക്കാനുള്ള കരുത്താണ്. ഇന്ന് നോക്കൂ, എല്ലാ സമ്പ്രദായങ്ങളിലും മതം പിടിമുറുക്കുന്നു. മതമല്ല, മതാന്ധത പിടിമുറുക്കുകയാണ് അല്ലെ. എവിടെ നോക്കിയാലും നമുക്ക് മതചിഹ്നങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആളുകൾ സഞ്ചരിക്കുകയും മതത്തിന്റെ പേരിൽ ആളുകൾ കലഹിക്കുകയും ഒരേ മതത്തിൽപ്പെട്ടവർ പല വിഭാഗങ്ങളായി പരസ്പരം കലഹിക്കുകയും ചെയ്യുന്ന ഒരു കെട്ട കാലത്ത് അല്ലെ, ഒരു ഭ്രാന്താത്മകമായ കാലത്താണ് ഗുരു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഹിമാലയം പോലെ ഉയർന്നു നിൽക്കുന്നത്. ആ ഗുരുവിന്റെ വചനങ്ങൾ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ ഗുരുവിന്റെ പ്രബോധനം ഈ രാജ്യത്തെ ആകെ അല്ലെങ്കിൽ ലോകത്തെ ആകെ നമുക്ക് സഞ്ചരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ തെയ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടവരുണ്ടോ തെയ്യത്തെ ആരെങ്കിലും? ഒന്ന് കൈവക്കിയേ. ഓ താങ്ക് യു. മുത്തപ്പനെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇവിടെ മുത്തപ്പൻ 1, 2, 3 തവണ വന്നിട്ടുണ്ട്. മുത്തപ്പൻ അല്ലാത്ത ഒരുപാട് തെയ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ വയനാട്ടുകുലവൻ ഉൾപ്പെടെയുള്ള തെയ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ തെയ്യം നമ്മളോട് പിരിയുമ്പോ പറയുന്ന സമയത്ത് ഒരു മൊഴി പറയും: നിങ്ങളെ കണ്ടാൽ എനിക്കും മതിയാവില്ല, എന്നെ കണ്ടാൽ നിങ്ങൾക്കും മതിയാവില്ല എന്ന്. സത്യം പറഞ്ഞ ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ ഒരു അവസ്ഥ അതാണ്. നിങ്ങളെ കണ്ടാൽ എനിക്കും മതിയാവില്ല എന്നുള്ളൊരവസ്ഥ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൃത്യം 12:30 റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു 1 മണിക്കൂർ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു 1 മണിക്കൂറൊന്നും ജീവിതത്തിലേ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അപ്പോ അതുകൊണ്ട് ഞാൻ അധികമായി പ്രസംഗിക്കുന്നില്ല. അല്ലെങ്കിലും പ്രഭാഷണങ്ങൾക്കൊക്കെ ഭയങ്കരമായ ഒരു വിരക്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിരക്തി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പാകത്ത് ഇവൻ നിർത്താത്തത്, വിളിച്ചിട്ട് കാലക്കേടായി പോയല്ലോ എന്നുള്ള തോന്നൽ വരെ ഒന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. പിന്നെ അങ്ങനെ ഒരു വിഷയത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ദീർഘനേരം പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി പ്രഭാഷകൻ നല്ല രീതിയിൽ പോകാൻ പറ്റുമോ? പറ്റും. അങ്ങനെ നമുക്ക് അടുത്തൊരു വലിയ SNDP യോഗത്തിൽ ഒരു ഗുരു പ്രഭാഷണം അങ്ങോട്ട് നടത്താം. വിളിക്കുവോ? യെസ്, വിളിക്കുന്നതാണ് പ്രസിഡന്റ് പറയുന്നത്. നോക്കാം. വിളിച്ചാൽ അതിന്റെ അർത്ഥം കൊള്ളാം, വിളിച്ചില്ലെങ്കിൽ ബാലകൃഷ്ണ നീ നിർത്തിക്കോ എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും അങ്ങനെ നിങ്ങളെ കണ്ടാൽ മതിയാവാത്തൊരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്റെ മുമ്പിൽ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് ദൂരം നിങ്ങൾക്ക് ഈ ലോകത്തിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ChatGPTയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആയുസ് പോലും പുനർനിർണയിക്കുകയാണ് പ്രസിഡന്റ്. 150 വയസ്സ് വരെയൊക്കെ ജീവിക്കാനുള്ള ഒരു യോഗം ആ മുഖത്ത് കാണുന്നുണ്ട്. യെസ്, എന്നോട് പറഞ്ഞു 40 കൊല്ലമായി ഇവിടെ പ്രസിഡന്റ് ആയിട്ടെന്ന്. ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കണം. അല്ലെ പിന്നെ നമുക്ക് വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് അത്രയും കാലം ദീർഘമായി ആയുസ്സും ആരോഗ്യത്തോടും കൂടി അദ്ദേഹത്തിന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ആയുസിന്റെ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ നമുക്കൊരു അവയവം നഷ്ടപ്പെട്ടാൽ പോലും ആ അവയവത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടി പോലും കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് കണ്ടില്ലേ, നെടുമുടി വേണു മരിച്ചതിന് ശേഷം നെടുമുടി വേണു തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമ പുറത്തു വന്നു. എന്തൊരു അത്ഭുതത്തിന്റെ കാലത്തിലേക്കാണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഗുരുദേവനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഇങ്ങനെ കാൽ ഭാഗം മാത്രം വൈദഗ്ധ്യമുള്ള എന്നെ പോലുള്ള ആളുകളൊന്നും വരൂല. നല്ല ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനിവിടെ വരും, നിങ്ങളെ മിണ്ടാതെ ഇരുത്തും,
എന്നിട്ട് ഗുരുദേവന്റെ മുഴുവൻ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞാൻ ഒരു കാര്യം ഏതായാലും ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹം, എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. ഞാനും അതിന്റെ പ്രസന്റേഷൻ നടത്താൻ തയ്യാറാണ്. ലോകം മുഴുവനുമുള്ള ശ്രീനാരായണീയരെ കോർത്തിണക്കാൻ, അവരെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു റേഡിയോ സങ്കല്പമുണ്ട്. അതൊരു ഓൺലൈൻ റേഡിയോ ആണ്. അതിന് വളരെ ചുരുങ്ങിയ ചെലവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു റേഡിയോ ഗുരു എന്ന പേരിൽ കേരളത്തിലെ SNDP പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിത്തരണം എന്നൊരു അദമ്യമായ ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എന്തുകൊണ്ട് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ആശയമാണ്. ഈ ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘവുമായി ബന്ധപ്പെട്ട് ഈ ആശയം അവതരിപ്പിക്കണം. ഏതായാലും അടുത്ത 1-2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു റേഡിയോ പ്രക്ഷേപണ നിലയം ഉണ്ടാക്കി ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയരെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇന്ന് ചതയ ദിനം ന്യൂസിലൻഡിലും ഇംഗ്ലണ്ടിലും US ഒക്കെ ആചരിക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ എല്ലാവരും തമ്മിൽ ഒരു പാരസ്പര്യം ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് ഇവിടെ കണയന്നൂർ താലൂക്കാണ്, അതേതാ? ഇപ്പൊ കണയന്നൂർ താലൂക്കിന്റെ ഭാഗമായി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഞങ്ങളുടെ ഹൊസ്ദുർഗ് താലൂക്കിലെ ആളുകൾക്ക് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അറിയില്ല. പക്ഷെ ലോകത്തെ മുഴുവൻ ശ്രീനാരായണീയരും ഒരുമിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പ്രസിഡന്റിനോട് പറഞ്ഞു, പല ഭാഗങ്ങളിലും അതിശക്തമായിട്ടുള്ള അവഗണന നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അതിന്റെ ലോകക്രമത്തിലുള്ള ഒരു ഏകീകരണം അനിവാര്യമാണ്. അതിനെ ഏകീകരിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നിങ്ങളൊരു റേഡിയോ നിലയം ആരംഭിക്കുക എന്നുള്ളതാണ്. ആ റേഡിയോ വഴി നിങ്ങൾക്ക് രാവിലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്താൽ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി തുടങ്ങാൻ പറ്റും. ഞാനും അതിനകത്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരാളായിട്ട് വരും. ആശേച്ചി അതിനകത്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളുകളായിട്ട് വരും. ഈ ലോകത്തിലെ ഏറ്റവും നല്ല മിടുക്കന്മാരായിട്ടുള്ള അവതാരകരൊക്കെ ആ പ്രോഗ്രാമിൽ അവതാരകരായിട്ട് വരും. അങ്ങനെ ലോകത്തെ ആകെ മലയാള ഭാഷയിൽ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു റേഡിയോ ഗുരു എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് തുടങ്ങാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും റോബർട്ട് ഫോസ്റ്റിന്റെ വിഖ്യാതമായ വരികളുണ്ട് അല്ലെ, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് but I have promises to keep and miles to go before I sleep and miles to go before I sleep. കാനനം മഹാവനം ഇരുട്ടഗാധമെങ്കിലും താണ്ടിടേണ്ടതുണ്ട് എനിക്ക് മാമക പ്രതീക്ഷകൾ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് എഴുതി വെച്ച വരികളാണ്. അതുകൊണ്ട് പ്രായം എത്രയായി എന്നൊന്നും നോക്കണ്ട, ഇനിയും ഒരുപാട് കാതം സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചരിക്കുന്ന വഴികളിൽ നിങ്ങൾക്ക് അഗാധമായ ഗർത്തങ്ങൾ കണ്ടേക്കാം, ഇരുട്ട് നിറഞ്ഞ കാനന പാതകൾ കണ്ടേക്കാം. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ നാടിനും എന്റെ നാടിനും അനുഭവയോഗമുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്തെ ആകെ ഒരു മഹാവെളിച്ചം കൊണ്ട് ത്രസിപ്പിച്ച മഹാഗുരുവിന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ച നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ ജനറൽ കൺവീനറെ കൃതജ്ഞത അറിയിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രാസംഗികനായി പ്രഭാഷകനായി എത്തിയ ശ്രീ ബാലേട്ടൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ള ശ്രീനാരായണീയരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മളെല്ലാം വളരെ നാളുകളായി കാത്തിരുന്ന ബാലേട്ടനെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ബാലേട്ടനെ നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. രാവിലെ റേഡിയോ തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ മെട്രോയിൽ യാത്ര ചെയ്താൽ അദ്ദേഹത്തിന് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്ന ബാലേട്ടനെ കേൾക്കാൻ പറ്റും. ഇനി എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലേട്ടനെയും ആശ ചേച്ചിയും കൂടെ ഒന്നിച്ച് നമുക്ക് ഈ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരണം. അവരെ രണ്ടുപേരെയും നമുക്ക്
ഒന്നിച്ച് കേൾക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ റേഡിയോയിൽ കേൾക്കാറുണ്ട്. കാരണം കീരിയും പാമ്പ് പോലെ കടികൂടുകയും അവസാനം ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾക്ക് നിവാരണങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അവസാനം വളരെ സൗഹൃദത്തോടുകൂടി പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യുഗ്മ ടീമാണ് ഒരു ബാലേട്ടനും ആശാച്ചേച്ചി എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും, റേഡിയോ ആശ്രയിക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അദ്ദേഹം ഇന്ന് ഗുരുദേവനെ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ ഗുരുദേവന്റെ സ്ഥാനത്തും മാതാവിനെ നമ്മളുടെയൊക്കെ അമ്മമാരായി ഇവിടെ വന്നിരിക്കുന്നവരുടെ പ്രതീകമായിട്ടും സങ്കല്പിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മളെ എല്ലാവരെയും അദ്ദേഹം നമ്മുടെയൊക്കെ ഗാർഹിക അന്തരീക്ഷത്തിലേക്ക്, ഉത്തരവാദിത്ത ബോധത്തിലേക്കും അവരോടൊക്കെ എങ്ങനെയാണ് ബഹുമാനമായി പെരുമാറേണ്ടതെന്നുള്ള ഒരു പ്രേരണയിലേക്കും കൈപിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല പ്രാവശ്യം അദ്ദേഹം ഇവിടെ നമ്മുടെ സംഗമ വേദികളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പല നേതാക്കന്മാരുടെയും കൂടെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അന്നൊക്കെ 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് എൻ്റെ പേരില്ലല്ലോ. മാത്രമല്ല നേതാക്കന്മാർ ഞാൻ ആരുടെ കൂടെയാണോ വന്നിരിക്കുന്നത്, PT തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെയൊക്കെ കൂടെ നമുക്കിവിടെ വന്നിട്ടുള്ള ആളാണ്. അന്ന് എടുത്തു പറഞ്ഞ് പരിചയപ്പെടുത്താൻ അവസരം കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ സംഗമത്തിന് അദ്ദേഹം വരാം എന്ന് ഏറ്റിരുന്നതാണ്. 2024 മെയ് മാസം 12-13 തീയതികളിൽ നടന്ന സംഗമത്തിലെ ഒരു പ്രധാന ചുമതല അദ്ദേഹത്തിന് നമ്മൾ ഏൽപ്പിച്ചിരുന്നതാണ്. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വളരെ സംഘർഷപൂരിതമായിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. പാർലമെന്റ് ഇലക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലുള്ള തിരക്കിൻ്റെ ഇടയിലും പിന്നെ അദ്ദേഹത്തിന് തന്നെ മാനസികമായിട്ട് വിഷമമുണ്ടാവുന്ന ചില സന്ദർഭങ്ങളിലും കൂടെയാണ് കടന്നു പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അന്ന് വരാൻ കഴിയാതെ പോയതെന്നുള്ളത് വാർത്താമാധ്യമങ്ങളിൽ കൂടി നമ്മളിൽ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ശ്രീ മോഹൻ, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ മുൻ കമ്മിറ്റി അംഗം കൂടിയായ KP മോഹനൻ പല പ്രാവശ്യം അദ്ദേഹത്തിനെ ഇവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളുടെ ഭരണസമിതി അംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സംഗമത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിനെ നമുക്ക് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനെ എപ്പോഴും കേൾക്കാറുണ്ട്, പക്ഷേ ഈ നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അനുഭവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും കൂടുതൽ കേൾക്കാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ മുമ്പിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ തിരക്കുകൾക്കിടയിലും ഇപ്പോൾ അദ്ദേഹത്തിന് 12 കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹ്രസ്വമായിട്ട് നമ്മളോടുള്ള സംസാരം നിർത്തിയത്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും SNDP യോഗങ്ങളുടെ പേരിലും കുടുംബ യൂണിറ്റുകളുടെ പേരിലും ഞാൻ എൻ്റെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ്. ഗുരുദേവൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പ്രബുദ്ധമായ കേരളത്തിൻ്റെ നീണ്ടകാലത്തെ ചരിത്രത്തിൽ ഇന്ന് 170 വർഷം ഗുരുദേവൻ്റെ ഇന്ന് 170ാം ജന്മദിനമാണ്. നേടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം കൊണ്ട് നേടിയിട്ടുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയും സാംസ്കാരിക പ്രബുദ്ധതയുമാണ് ഇന്ന് കേരളത്തിനെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഗുരുദേവന്റെ ചിത്രങ്ങൾ ഏതാനും ചില സമുദായങ്ങളുടെ വീടുകളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിനെ ഉൾക്കൊള്ളുവാൻ ഇപ്പോഴും ചില മൂരാച്ചി മനസ്സുകൾക്ക് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെയാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് ഞാൻ പ്രത്യേകം അടിവരയിട്ട് പറയണം. അതുകൊണ്ട് നമ്മൾക്ക് ഓരോ ചതയ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ചതയ ദിവസത്തിനും ഗുരുദേവ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിനെ ഓർമ്മിച്ച് കീർത്തനങ്ങൾ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ വാർഷികമായി വരുന്ന ഇതുപോലെയുള്ള ജയന്തി നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമദിനമായിട്ടുള്ള കന്നിയഞ്ച് നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടാണ് ആചരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം വളരെ ഉത്തമബോധത്തോടെ ചെയ്യുന്നവരാണ്. ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളെ ഉത്ബോധിപ്പിക്കാനുള്ള 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്നിപ്പോൾ 4-ാം തീയതിയാണ്. 8-ാം തീയതി നമ്മുടെ കുടുംബ യൂണിറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൂക്കള മത്സരം ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ നോട്ടീസ് പ്രത്യേകമായിട്ട് ഇറക്കിയിട്ടില്ല. ഇന്ന് എല്ലാ യൂണിറ്റുകളിലും എത്തിക്കപ്പെട്ട ഒരു നോട്ടീസുണ്ട്. അതായത് കഴിഞ്ഞ 12-13 തീയതികളിൽ ഈ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല വിധിപ്രകാരമുള്ള പരിഹാരക്രിയകളുടെ 2ാം പാദം നടക്കുകയാണ്. സെപ്റ്റംബർ 1-ാം തീയതി ആരംഭിക്കുന്ന ഭാഗവത സപ്താഹത്തോടുകൂടി ആരംഭിച്ച്
അതിൻ്റെ പൂജാക്രമങ്ങൾ സെപ്റ്റംബർ 5-ാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ 8-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ നോട്ടീസ് മിക്കവാറും യൂണിറ്റുകളിൽ എത്തിച്ചിട്ടുണ്ട്. കിട്ടാത്ത യൂണിറ്റുകളുണ്ടെങ്കിൽ ആ യൂണിറ്റിലേക്കുള്ള നോട്ടീസ് കൂടി നമ്മുടെ ഓഫീസിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പൂക്കള മത്സരത്തിൻ്റെ കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക നോട്ടീസ് ഇറക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഖേദപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കുടുംബ യൂണിറ്റുകളും 19 കുടുംബ യൂണിറ്റുകൾ പങ്കെടുക്കേണ്ടുന്ന ഒരു ഇതാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും പല മത്സരങ്ങളിലും അപൂർണമായിട്ട് പങ്കെടുക്കാൻ കാണുന്നില്ല. പ്രോത്സാഹന സമ്മാനമായിട്ട് നമ്മൾ ഇവിടുന്ന് 1000 രൂപ വീതം ഓരോ പങ്കെടുക്കുന്ന യൂണിറ്റിനും നൽകുന്നുണ്ട്. അതുകൊണ്ട് ഓരോ കുടുംബ യൂണിറ്റുകളിലും ആരോഗ്യകരമായ മത്സര സ്വഭാവത്തോടുകൂടി പൂക്കള മത്സരത്തിൽ ഈ 8-ാം തീയതി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ പറാസയും സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ് ഓണം. 15-ാം തീയതിയാണ് തിരുവോണം. ചതയം കന്നിമാസത്തിലായിപ്പോയത് കൊണ്ടാണ് നമ്മൾ ചിങ്ങമാസത്തിലെ ചതയം എന്നുള്ള രീതിയിൽ ഇന്ന് ജയന്തി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തോടടുത്തുള്ള ദിവസങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് പൂക്കള മത്സരം അടുത്ത ഞായറാഴ്ചത്തേക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി. അടുത്ത ഞായറാഴ്ചയാണോ? 8-ാം തീയതി വെച്ചിരിക്കുന്നത്. ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും എല്ലാ കുടുംബ യൂണിറ്റ് കൺവീനർമാരും അവരവരുടെ യൂണിറ്റിൽ നിന്നും ഓരോ ടീമുകളെ തയ്യാറാക്കി പൂക്കള മത്സരത്തിൽ പങ്കെടുപ്പിക്കണം. അത് ഭഗവാന്റെ മുമ്പിൽ ഒരു ക്ഷേത്ര അന്തരീക്ഷത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള തീമുകളാണ് നമ്മൾ പൂക്കള മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ഉൾക്കൊണ്ടുകൊണ്ടുവന്ന് പങ്കെടുക്കണമെന്നും അത് ഭഗവാന്റെ മുമ്പിലുള്ള ഒരു പൂ കൊണ്ടുള്ള ഒരു പൂജയായിട്ട് കണക്കെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ ഈ ചതയദിന പ്രാർത്ഥനകളിലും പതാക ഉയർത്തലിലും അതുപോലെ തന്നെ ഈ ബാലകൃഷ്ണൻ പെരിയയെ കേൾക്കാനായിട്ടുള്ള ഈ സമ്മേളനത്തിലും പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുരുദേവൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പങ്കെടുത്തതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് വൈകുന്നേരം നിറവിളക്കുണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും സൗകര്യപ്പെടുന്ന എല്ലാവരും പങ്കെടുക്കണം. അതുപോലെ തന്നെ 8-ാം തീയതി നിറപുത്തരിയും കൂടെയാണ്. നമ്മുടെ തന്ത്രിയാണ് നിറപുത്തരി പൂജിച്ചു നൽകുന്നത്. എല്ലാവരും നിറപുത്തരി പൂജയിലും പങ്കെടുക്കാൻ വേണ്ടി രാവിലെ എത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 8-ാം തീയതി തന്നെ, പൂക്കള മത്സരത്തിൻ്റെ അന്ന് തന്നെ. പ്രസാദം ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് പ്രസാദം അവിടെയുണ്ട്. എല്ലാവർക്കും പ്രസാദം ഇനിയും കൈപ്പറ്റാവുന്ന